ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും വായനാശീലം പതിവാക്കിയവരുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു സമയത്തൊക്കെ ഞാൻ നല്ലപോലെ ബുക്കൊക്കെ വായിച്ചിരുന്ന ഒരാളായിരുന്നു കേട്ടോ. നോവലും ചെറുകഥകളും അങ്ങനെ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വനിതകളായാലും ശരി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ 8ാം ക്ലാസ്സിലെ പഠനം തുടങ്ങിയ മുതൽക്ക് വായനശാലയിൽ പോയിട്ടുള്ള വായനയൊക്കെ നിർത്തിക്കോ എന്നുള്ള വീട്ടിൽ നിന്നുള്ള വിലക്ക് കാരണം അങ്ങനെ വായനശാലയിൽ നിന്നുള്ള പോക്ക് അവിടെ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ ഉള്ളത് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്സ് ആയിരുന്നു കേട്ടോ. അതും ഒരു പരിധി വരെ നമുക്ക് കിട്ടിയെന്നുള്ളൂ. കാരണം എക്സാം ആയി കഴിഞ്ഞാൽ ലൈബ്രറി ക്ലോസ് ചെയ്യും. അപ്പം നമുക്ക് ബുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് ബുക്ക് പിന്നെ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും വളരെ കുറച്ച് ടൈമിൽ മാത്രം. ഹയർ സെക്കൻഡറി ഒട്ടും പിന്നൊക്കെ അല്ല, ഹൈസ്കൂളത്തെ അത്രയും നമുക്ക് ഹയർ സെക്കൻഡറിയിൽ എത്തിയപ്പോൾ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഹയർ സെക്കൻഡറി പഠിത്തം കൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ നേരെ പോയത് കല്യാണത്തിലേക്കാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പറയണോ, ബുക്കിൻ്റെ ഏത് അയലോക്കത്തേക്ക് പിന്നെ ഞാൻ പിന്നെ തിരിഞ്ഞിട്ടില്ല കേട്ടോ. പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വന്നിട്ടുള്ളത് ഫോണൊക്കെ സ്വന്തമായിട്ട് കിട്ടി കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സമയത്ത് അങ്ങ് പ്രതിലിപി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വെച്ചിട്ടാണ് പിന്നെ കഥകളൊക്കെ വായിക്കൽ കേട്ടോ. ഇപ്പോഴും ഞാനത് വായിക്കാറുണ്ട് കേട്ടോ. ഈയിടെയായിട്ട് ഞാൻ എൻ്റെ കാക്കിനോട് ഇതുപോലുള്ള എൻ്റെ വായനൻ്റെ താല്പര്യമൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കാക്കൂര് 4 ബുക്സ് ഓർഡർ ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അതിൽപ്പെട്ട ഒന്നാണ് നിമ്ന വിജയ് എഴുതിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അതുപോലെ തന്നെ എൻ മോഹനൻ എഴുതിയിട്ടുള്ള ഒരിക്കൽ, നസീഫ് കലയത്തിൻ്റെ ഖദീജ, പിന്നെ അവസാനമായിട്ടുള്ളത് അഖിൽ പി ധർമ്മജൻ എഴുതിയിട്ടുള്ള റാം ആനന്ദിയാണ് കേട്ടോ. അത് ഒരുപാട് ആളുകളുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് വായിച്ചിരിക്കേണ്ട ഒരു സ്റ്റോറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പലരും വായിച്ചതായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ അതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ വായന തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ.